ഇത് പൂർണ്ണമായും കൈമാറിയിട്ടില്ല. 101 വീടിന്റെ അല്ല, ഞാൻ കേൾക്കട്ടെ അല്ല ഞാൻ പറഞ്ഞോട്ടെ. ഇനിയിപ്പോ വിള്ളലാവട്ടെ, വിള്ളലല്ലാതിരിക്കട്ടെ, ഇത് ഒരു വീട് കൈമാറി കഴിഞ്ഞതിന് ശേഷം മാത്രമല്ലേ നമ്മൾ അതിന്റെ അങ്ങനെ ഒരു കൺസെഷൻ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കേണ്ടതുള്ളൂ. 24 മണിക്കൂർ വെള്ളം കെട്ടിവെച്ച് അവർ ഒരു ടെസ്റ്റ് നടത്താണ്. ആ ടെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ കിനിയൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ് എനിക്കും ബോധ്യപ്പെടുന്നത്. ഇനിയിപ്പോൾ അത് ഉണ്ടെങ്കിൽ തന്നെ, നിങ്ങൾ ഈ പറയുന്നത് പോലെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഇങ്ങനെ പർവ്വതീകരിച്ച് ഒരു വലിയ സംവിധാനത്തെ ആകെ മോശമാക്കേണ്ട കാര്യമുണ്ട്. നിർമ്മാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എവിടെയാണ് വീടിന് പെയിന്റ് അടിച്ച് എല്ലാ വർക്കും ചോദിച്ച് സോളാറും ഫിറ്റ് ചെയ്ത ശേഷം ആളുകൾക്ക് കൊടുക്കുന്നത്, പട്ടയം കൊടുക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ പാനിക് ആവുന്നത്? ഒരൊറ്റ കാര്യത്തിൽ അവിടെ തീരുമാനം ഉണ്ടാക്കായിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വീടിന് ചോർച്ചയുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ട ന്യൂസും കാര്യങ്ങളും എല്ലാം. ഏതെങ്കിലും വീടിന് ചോർച്ചയുണ്ടെങ്കിൽ, നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും എന്നൊരൊറ്റ കാര്യം പറയുന്നതോടുകൂടി ആ ഇഷ്യൂ അവിടെ തീരും. ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ് മെഴുകി എന്തിനു വേണ്ടിയിട്ടായത്? പിന്നെ മലയാളികളെല്ലാവരും പൊട്ടന്മാരല്ല, കുറച്ചൊക്കെ ബുദ്ധിയുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് താങ്കൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരൊറ്റ കാര്യം പറയട്ടെ. എന്താണെന്നറിയോ? വെള്ളം കെട്ടി നിർത്തി താഴോട്ട് അത് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് തന്നെയാണ് ചോർച്ച എന്ന് പറയുന്നത്. കേരളത്തിൽ നമ്മളൊക്കെ വീട് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം വെള്ളം കെട്ടി നിർത്തും, അത് പിറ്റേന്ന് ചോർന്നിറങ്ങിക്കണ്ടേ, അത് ചോർച്ച എന്ന് തന്നെയാ പറയാ. അത് പരീക്ഷണമല്ല. അല്ലെങ്കിൽ ചോദിച്ചിട്ട് എന്താ പറയുക, ഒരു എഞ്ചിനീയറിംഗ് ടെക്നോളജി ഒന്നും അതിൽ യൂസ് ചെയ്യേണ്ട. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാകും. വീണ്ടും ഇങ്ങനെ വരകാൻ നിൽക്കുമ്പോഴാണ് യൂത്ത് ആയിട്ടുള്ള നേതാവെ ഈ ഇഷ്യൂസുകളും ഇങ്ങനെ മലയാളികൾ ഇങ്ങനെ ട്രോളും ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. ഒരൊറ്റ വാക്കിൽ കാര്യങ്ങൾ കഴിയും. ചോർച്ചയുണ്ടോ? പരിശോധിക്കപ്പെടും. അങ്ങനെ ഉണ്ടെങ്കിൽ ഊരാളുങ്കൽ എന്ന് പറയുന്ന ആ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. അവർക്ക് വേറെ വീട് കൊടുക്കും. ക്ലിയർ, അവിടെ കഴിഞ്ഞു. പിന്നെ വേറൊരൊറ്റ കാര്യം കൂടി പറയട്ടെ. ഇത് ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റ് അല്ല. നിങ്ങൾ അങ്ങനെ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രത്തോളം വെറിയിടാവുകയും വീണ്ടും മന്ത്രിയടക്കം ഉത്തരത്തിൻ്റെ മുകളിൽ കയറി തുടക്കേണ്ടൊക്കെ ആവശ്യം വരുന്നത്. ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഒരു ഗവൺമെൻറ് ദുരിതാശ്വാസ ജനങ്ങൾക്ക് കെട്ടിക്കൊടുത്തിട്ടുള്ള ഒരു ടൗൺഷിപ്പ്, അതിനൊരിക്കലും പാർട്ടിയുടെ ലേബൽ കെട്ടണ്ട. അത് കെട്ടുമ്പോഴാണ് നിങ്ങൾക്ക് വീണ്ടും അതിനെന്ത് ചെയ്യേണ്ടത്? ക്യാപ്സൂളുകൾ കൊണ്ടുവന്നിട്ട് അതിൽ നിറയ്ക്കേണ്ടി വന്നിട്ടുള്ളത്. വയനാട്ടുകാരായിട്ടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ മലയാളികൾ, ലോക മലയാളികളുടെ, ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും സംഭാവന അതിലുണ്ട്. അതിന് നേതൃത്വം നടത്തിയ ഒരു ഗവൺമെൻറ്, അത്രയേ ഉള്ളൂ. അതിൽ കഴിഞ്ഞു.